Good afternoon, all. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കാണുന്നത് അല്ലേ? എല്ലാവരുടെ മഴയൊക്കെ കുറഞ്ഞോ? കുറഞ്ഞു. ഇവിടെ കുറവുണ്ടോ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു അല്ലെ? കുഴപ്പമൊന്നുമില്ല അല്ലെ? ക്ലാസ്സിൽ ഇറങ്ങിയിട്ട് 2 ദിവസം ഓക്കെ. ഇവിടെയും കുഴപ്പമില്ല. രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് മഴ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഓക്കെ. 2 ദിവസം ക്ലാസ്സിൽ വന്നിട്ടൊന്ന് വായിച്ചൊക്കെ നോക്കിയായിരുന്നോ? അല്ലെങ്കിൽ പേപ്പറൊക്കെ മടക്കി വെച്ചോ? എന്തായിരുന്നു 2 ദിവസം? നോക്കിയായിരുന്നു എന്തെങ്കിലും? നോക്കി. ഓക്കെ. നമുക്ക് ക്ലാസ്സിലെങ്കിൽ വേറെ ഒത്തിരി പരിപാടികളൊക്കെ വരും അല്ലേ? നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നോക്കാട്ടോ. നമ്മൾ ഒട്ടും ഒരു കണ്ടിന്യൂഷൻ കിട്ടേണ്ട നമ്മൾ പഠിച്ചത്രേണ്ടേ. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് സ്റ്റാൻഡിയുടെ പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം അതുവരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? പോയിന്റ്സ് അല്ലേ പറഞ്ഞത് ലാസ്റ്റ് അല്ലേ? ആണോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 2 ദിവസമായി ക്ലാസ് പോയിന്റ്സ് വരെയാണ് നമ്മൾ നിർത്തിയത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ചിലപ്പോ ഈ ഒരു ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ കഴിയും കേട്ടോ. ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പോ മാക്സിമം ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ക്ലാസ്സോട് കൂടി തീർക്കാൻ നോക്കാം. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ് പോർഷൻ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് അല്ലെ? വൃത്തിയാക്കലും അതുപോലെ തന്നെ അണുനശീകരണം. എങ്ങനെയാണ് അണുനശീകരണം ചെയ്യുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇനി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി വരുന്ന ഭാഗങ്ങളെല്ലാം പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നതാണ്. അത്യാവശ്യം നമ്മൾക്ക് സ്വയം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. വലിയ അധികം മെഡിക്കൽ ക്യാമ്പുകളൊന്നും വരുന്നൊന്നുമില്ല കേട്ടോ. നോക്കാം. അപ്പോ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് സം ഓഫ് ദ ജനറൽ റൂൾസ് ഫോർ ക്ലീനിങ് ആണ്. അപ്പോ എങ്ങനെയാണ് ഒരു ക്ലീനിങ് സെക്ഷനിലെ ജനറൽ റൂൾസുകൾ? നമുക്ക് തോന്നിയ പോലെ ക്ലീൻ ചെയ്യാനോ അങ്ങനെയൊന്നുമല്ല. അതിന് ഒരു പൊതുവായിട്ടുള്ളൊരു റൂളുകളും കാര്യങ്ങളും ഉണ്ട്. ലേബർ റൂമിലെ ക്ലീനിങ് ആണെന്ന് നമ്മൾ പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, any equipment brought into the labor room from outside must be wiped and cleaned. അല്ലെ? അതായത് എന്താണ്, നമ്മള് ലേബർ റൂമിന് പുറത്തു നിന്നും അകത്തേക്ക് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്സ് കൊണ്ടുവരികയാണെങ്കിൽ അതെന്ത് ചെയ്യുക? അത് ആ ഉപകരണം എപ്പോഴും തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആയിട്ട് വേണം എക്യുപ്മെന്റ് നമ്മള് ലേബർ റൂമിനകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ. സെക്കൻഡ് വൺ, ഹാവ് എ ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ്. ഒരു ക്രമം ഉണ്ടായിരിക്കണോ ക്ലീനിങ് ചെയ്യുന്നതിന്? അല്ലെങ്കിൽ നമ്മള് വീട്ടില് മീൻസ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു ക്രമമൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ക്രമമായിട്ട് ചിട്ടയായിട്ട് ക്ലീനിങ് ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ നമ്മൾ ചിലപ്പോ ഈ ഒരാഴ്ച ക്ലീൻ ചെയ്തു, അടിച്ചു തുടച്ചു, പിന്നെ ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും ഫുൾ ടോട്ടലി ക്ലീൻ ചെയ്യുന്നത് അല്ലെ? അപ്പോ അതുപോലെയല്ല, ഒരു ക്ലീനിങ് സീക്വൻസ് ഉണ്ടായിരിക്കണം. അതൊരു ക്രമമായിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ടായിരിക്കണം. അതായത് കൃത്യമായിട്ട് ചിലപ്പോ ഓരോ ദിവസവും ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ടാകും അല്ലെ? അപ്പോ അത് ക്രമമായിട്ട് വേണം ക്ലീനിങ് ചെയ്യുവാൻ. ഡാമേജ്ഡ് എക്യുപ്മെന്റ് ഷുഡ് ബി റിപ്പയർഡ് ഓർ റീപ്ലേസ്ഡ്. അപ്പോ ഏതെങ്കിലും ഉപകരണങ്ങൾ ഡാമേജ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിനെ മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അത് നന്നാക്കി എടുക്കുകയോ ചെയ്യുക. തീരെ പഴയതാണെങ്കിൽ അതിനെ മാറ്റുക, അത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അത് റിപ്പയർ ചെയ്ത് എടുക്കുക. Then items stained with blood body fines should be not instantly. അല്ലെ? അതായത് എന്താണ്, ഇപ്പോ എന്തെങ്കിലും രക്തമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ബ്ലഡ്സും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിനൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റുക. ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. ക്ലീനിങ് ചെയ്യാനായിട്ട് മോപ്പിംഗ് ടെക്നിക്സുകൾ ഉപയോഗിക്കാം. മോപ്പില് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന മോപ്പ്, അതുപോലത്തെ തന്നെ പല ടൈപ്പിലുള്ള മോപ്പിംഗ് ടെക്നിക്സ് ഒക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള മോപ്പിംഗ് സിസ്റ്റം വേണം ക്ലീനിങ്ങിന് ഉപയോഗിക്കുവാൻ. അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഒരു തുണി എടുത്ത് അങ്ങനെ തുടയ്ക്കാനല്ല, മോപ്പിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. Examine areas for seepage or any other issues and report instantly. Seepage. എന്താ seepage means? Seepage എന്താ? ചോർച്ച അല്ലെ? അതായത് ഇപ്പൊ എന്തെങ്കിലും ചോർച്ചയോ അല്ലെങ്കിൽ ഇപ്പോ മഴയൊക്കെ അങ്ങനെ വെള്ളം വരികയോ അങ്ങനെ ചോർച്ച എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ എന്ത് ചെയ്യുക? ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്യുക. ആ ഒരു ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ അവരോട് എന്ത് ചെയ്യുക? മീൻസ് ഇങ്ങനെ ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. Then
ക്ലീൻ ദ ലേബർ ടേബിൾ ആഫ്റ്റർ എവറി ഡെലിവറി. ഓരോ ഡെലിവറി കഴിയുമ്പോഴും ആ ഒരു ലേബർ ടേബിൾ എന്ത് ചെയ്യാം, ക്ലീൻ ആക്കി സൂക്ഷിക്കുക അല്ലെ. നെക്സ്റ്റ് അടുത്ത പേഷ്യന്റിന് വേണ്ടിയിട്ട് ആ ഒരു ഡെലിവറി ടേബിൾ ക്ലീൻ ചെയ്യുക. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോർ ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ റിക്വയർഡ് ടു ബി ഫോളോവഡ് അല്ലെ. അതായത് ഈ അണുനശീകരണവും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന്. അതായത് മീൻസ് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ആയിരിക്കണം ഇങ്ങനെ നമ്മൾ ക്ലീനിങ്ങിനും അല്ലെങ്കിൽ അണുനശീകരണത്തിനും വേണ്ടി ചെയ്യേണ്ടത്. ഇനി നോക്കാം. The labor room and connecting passages should be cleaned at least twice a day. ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം എങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ഡെലിവറി റൂം ക്ലീൻ ചെയ്യണം. ഡെലിവറി റൂമും അതിനോട് ചേർന്നുള്ള പാസേജസിലും എന്ത് ചെയ്യാം, ഒരു ദിവസത്തിൽ 2 വട്ടം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുക. Then solid areas and cleaning of spillage should be done at the earliest time possible അല്ലെ. അതുപോലെ തന്നെ മലിനമായിട്ടുള്ളത് അല്ലെ, സ്പില്ലേജ് മീൻസ് മലിനമായിട്ടുള്ള പ്രദേശങ്ങൾ കഴിയുന്നത്ര ഏർലിയസ്റ്റ് അല്ലെ കഴിയുന്നത്ര വേഗത്തിൽ തന്നെ ക്ലീൻ ആക്കുക. A detailed wash down on labor room must be done at least twice a month. ഒരു മാസത്തില് 2 തവണയെങ്കിലും ഈ ഒരു ലേബറും അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. നമ്മളുടെ വീട് നോർമലി എല്ലാ ദിവസവും നമ്മള് ഫ്ലോറൊക്കെ കിടക്കുന്നവരായിരിക്കും അല്ലെ. പക്ഷെ നമ്മൾ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും എന്താ പറയാ ഹോളിഡേ കിട്ടുമ്പോഴോ അങ്ങനെ ഒരു മാസത്തിൽ ഒരു വട്ടം നമ്മൾ ഫുള്ളായിട്ട് മൊത്തം അല്ലെ, അതായത് വീടിന്റെ റൂമുകളും ബാക്കും അല്ലെങ്കിൽ ഫ്രണ്ടും മുറ്റോ പരിസരവും എല്ലാം നമ്മൾ ക്ലീൻ ആക്കും മാസത്തിന്റെ ഒരു വട്ടമൊക്കെ ഇല്ലേ. ചെയ്യാറുണ്ട് അങ്ങനെ? എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചെയ്യാറില്ലേ നമ്മള്? എല്ലാ ദിവസവും അങ്ങനെ അരിച്ചു പറക്കി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മള് ഓൾമോസ്റ്റ് നമ്മുടെ റൂമുകളും കാര്യങ്ങളൊക്കെ ഡെയിലി തുടക്കുന്നുണ്ടാവും. പക്ഷെ മാസത്തിൽ ഒരു വട്ടം നമ്മൾ ഫുള്ളായിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യും. ചെയ്യുന്നത് നല്ലതാണ് എന്താ. അപ്പൊ അത് അത്യാവശ്യം മാസത്തിൽ ഒരു വട്ടമൊക്കെ ഒന്ന് ചെയ്യാറില്ലാത്തതിന് സമയം കിട്ടാത്തവരുണ്ടാകാം. പക്ഷെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ ജസ്റ്റ് പറഞ്ഞതുകൊണ്ടും. അപ്പോ ലേബർ റൂമില് നമ്മൾ പറഞ്ഞു ഡെയിലി ദിവസത്തിൽ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ഒരു ആഴ്ചയില് ഒരു മന്തില് ഒരു മാസത്തില് 2 തവണ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യണം. അതായത് ഫുള്ളി കംപ്ലീറ്റ് അടിച്ചു തുടച്ചിട്ടായിട്ടാണൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് തന്നെ ഒരു മാസത്തിൽ 2 വട്ടം എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ ക്ലീനിങ്ങിനെ കുറിച്ച് ഇത് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് പോയിന്റ് ഉള്ളൂ, ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതുള്ളൂ. വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ജസ്റ്റ് വായിച്ചു പോകാനുള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ. ഇൻഫെക്ഷൻ കൺട്രോൾ മീൻസ് അണുബാധ നിയന്ത്രണവും അതുപോലെ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് മാലിന്യ പരിപാലനവും എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നതാണ് നോക്കുന്നത്. നോക്കാം. Infection control refers to the policies and procedures used to reduce the risk caused owing the infection spread, especially in healthcare facilities. Special attention and standard practice should be followed for cleaning the labor room. Poor infection control practices in labor and delivery rooms place the patient, infant, as well as the healthcare staff at risk. അല്ലെ, നമുക്കറിയാം ഇൻഫെക്ഷൻ കൺട്രോൾ അതായത് അണുബാധ നിയന്ത്രണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇൻഫെക്ഷൻസ് കൺട്രോൾസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഇത്ര വെൽ ക്ലീനിങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത്ര എങ്ങനെയായിരിക്കും ക്ലീൻ ആവും? സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, ഓക്കെ. ഇനി കാണുന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ ക്ലിയർ ആവും കേട്ടോ. അണുബാധ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇൻഫെക്ഷൻസ് കൺട്രോൾസുകളൊക്കെ ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ മറ്റ് റിസ്കുകളിൽ നിന്ന്. അപ്പൊ ഇവിടെ പറഞ്ഞു നോക്കി, ഇൻഫെക്ഷൻ കൺട്രോൾ റെഫേഴ്സ് ടു ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ റിസ്ക് അല്ലെ. അതായത് നമ്മള് റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി. റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫെക്ഷൻ മൂലം മറ്റുള്ളവർക്ക് മറ്റ് അസുഖങ്ങളൊക്കെ പകരില്ലേ. അപ്പോ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇങ്ങനെയുള്ളൊരു ഇൻഫെക്ഷൻ കൺട്രോളുകൾ കൊണ്ടുവരുന്നത്. അതായത് വെൽ ക്ലീനിങ് ആക്കുക എന്നൊക്കെ പറഞ്ഞ് കൺട്രോൾസ് കൊണ്ടുവരുന്നത്.
അപ്പോ ഈ അണുബാധ വ്യാപനം അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഇങ്ങനെയുള്ള കൺട്രോളുകൾ കൊണ്ടുവരുന്നത് റിസ്കുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഷുഡ് ബി ഫോളോഡ് ഫോർ ക്ലീനിങ് ദ ലേബർ റൂം അല്ലെ. അതായത് അണുബാധ വ്യാപനം കാരണം അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ലേബർ റൂം വൃത്തിയാക്കുന്നതിന് പ്രത്യേക എന്താ പറയാ അവര് അതിനായിട്ടുള്ള സ്റ്റാൻഡേർഡ് പരിശീലനമൊക്കെ ലഭിച്ചുകൊണ്ട് പ്രത്യേക പരിഗണനയിലാണ് ഈ ഒരു ലേബർ റൂമുകൾ ക്ലീനിങ് ചെയ്യുന്നത്. Poor infection control practice in labor and delivery rooms lays the patient, infant as well as healthcare staff at risk. വളരെ മോശമായിട്ടുള്ള പൂർ ഇൻഫെക്ഷൻ കൺട്രോൾ, വളരെ മോശമായിട്ടുള്ള ഒരു ക്ലീനിങ് രീതിയും മറ്റുമൊക്കെയാണ് ഒരു ലേബർ റൂമിലും ഡെലിവറി റൂമിലും ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? രോഗികളെയും ആ പേഷ്യൻസിനെയും അതുപോലെ തന്നെ ഇൻഫൻസിനെയും അല്ലെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ എന്താണ് നമ്മളെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആ ഒരു സ്റ്റാഫുകളെയും അത് റിസ്ക് ആണ് അല്ലെ. അവർക്കും അപകടകരമാണെന്ന് ക്ലീനിങ് അല്ലാത്തൊരു ഒരു അന്തരീക്ഷമാണെങ്കിൽ പേഷ്യന്റിനും അതുപോലെ കുഞ്ഞിനും പിന്നെ എന്താണ് സ്റ്റാഫുകൾക്കും റിസ്ക് ആയിരിക്കും. ഓക്കെ, എന്ത് പറ്റി? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? സ്ക്രീൻ ക്ലിയർ ആണോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി എന്നെ കാണുന്നുണ്ടോ എല്ലാവരും? കാണുന്നില്ല എന്ന് കമന്റ് ഉണ്ടായിരുന്നു, ഒരാൾക്ക് മാത്രമാണോ? ഓക്കെ ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി കാണാൻ പറ്റാത്തത് ആരാണോ ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ജോയിൻ ചെയ്യാട്ടോ. ഓക്കെ, റേഞ്ച് പ്രോബ്ലംസ് ആയിരിക്കും കേട്ടോ, മഴയൊക്കെ അല്ലേ, അപ്പോ ഓരോ ഏരിയയിലും റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവുമല്ലോ, അതായിരിക്കും കേട്ടോ, കുഴപ്പമില്ല. അപ്പോ നോക്കാം, ഇൻഫെക്ഷൻ കൺട്രോൾസ് ആണ് അപ്പൊ നമ്മൾ പറഞ്ഞത്. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻ കൺട്രോൾ കൊണ്ടുവരുന്നത് റിസ്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വളരെ മോശമായിട്ടുള്ള ഒരു എന്താ പറയാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ആ ഒരു പേഷ്യൻസിനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ദെൻ സ്റ്റാഫിനും റിസ്ക് ആണ്. റിസ്ക് ആണെന്ന് വെച്ചാൽ എന്താണ്? മറ്റു ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് മറ്റു വേറെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ആ ഒരു നമ്മള് ഇൻഫെക്ഷൻ കൺട്രോൾസിന് വേസ്റ്റ് മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കാം. സ്റ്റാഫ് കളക്ടിങ് വേസ്റ്റ് ഷുഡ് വിയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ് അല്ലെ. അപ്പോ ഈ നമ്മള് എന്താ പറയാ വേസ്റ്റ് ശേഖരിക്കുന്ന ആ ഒരു സ്റ്റാഫുകള് ഗ്ലൗസും അതുപോലെ തന്നെ ഷൂസും ധരിക്കണം. അവർക്കൊരു പ്രത്യേക ഷൂസും അതുപോലെ തന്നെ ഗ്ലൗസ് ഒക്കെ ഉണ്ടാവും അല്ല, അപ്പൊ ഇതെല്ലാം ധരിക്കുക. സെക്കൻഡ് പോയിന്റ്, വേസ്റ്റ് ടു ഗ്യാതേർഡ് ഇൻ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ്. വേസ്റ്റ് എടുക്കുന്ന ആ കണ്ടെയ്നേഴ്സിന് ലീക്ക് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെ. അതായത് എന്താണ് ആ പ്രൂഫ്, അതായത് ചോർച്ചയുള്ള കണ്ടെയ്നറുകളൊന്നും അത് മീൻസ് വേസ്റ്റുകൾ ഇടരുത്, ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉറപ്പാക്കുക. ദെൻ വേസ്റ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ഡിസ്പോസൽ when 3 to 4 inch full അല്ലെ. അതായത് നമ്മള് ഹോസ്പിറ്റലിൽ മാത്രമല്ല നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഒക്കെ പബ്ലിക് സ്പേസിലൊക്കെ പോകുമ്പോ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ വേസ്റ്റ് ബിൻ നിറഞ്ഞിട്ട് അതിന്റെ മീതെ ആളുകൾ കൊണ്ടിടും വേസ്റ്റ് ഇല്ലേ. കുറച്ച് വേസ്റ്റ് താഴേക്ക് കിടക്കുന്നുണ്ടാവും, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? താഴെ കിടക്കണമെങ്കിൽ അവിടെ തന്നെ നമ്മൾ വിടാൻ ശ്രമിക്കും. നിങ്ങൾ ഇടാറുണ്ടോ അങ്ങനെ? നമ്മളിങ്ങനെ ഭയങ്കര ഇങ്ങനെ കുമ്പാരം പോലെ കുഞ്ഞുകൂടി കിടക്കുമ്പോൾ അവസാനം എന്താണ് ആളുകൾ വേസ്റ്റ് ഇട്ടിട്ട് അതിന് താഴെ ആയിരിക്കും കിടക്കുന്നത് അല്ലെ. അപ്പൊ അടുത്ത് വന്ന ആൾക്കാർ വേസ്റ്റ് ഇടാൻ വരുമ്പോൾ താഴേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഇടും. ആണോ? ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഹോസ്പിറ്റലിൽ മാത്രമല്ല ഏതൊരു പബ്ലിക് പ്ലേസിലും മീൻസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഒരു ഡിസ്പോസൽ ചെയ്യുന്ന ആ ഒരു ഡിസ്പോസൽ സംഭവത്തില് ഒരു 3-4 ഇഞ്ച് വരുമ്പോഴേക്കും എന്ത് ചെയ്യാം? അത് മാറ്റി അടുത്ത അത് അല്ലെ. അതായത് ഒരു ഇഞ്ച് നിറയുമ്പോൾ തന്നെ മാലിന്യം നീക്കം ചെയ്യണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുന്നുകൂടി ആവാതെ 3-4 ഇഞ്ചൊക്കെ ആവുമ്പോഴേക്കും എന്ത് ചെയ്യാം? അത് മാലിന്യം നീക്കം ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, വേസ്റ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഇൻടു ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ്. വേസ്റ്റുകൾ തന്നെ നമ്മള് ചിലപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു ബിന്നിലിടും, ബാക്കി പേപ്പർ ഐറ്റംസ് ഒക്കെ വേറെ ബിന്നിലൊക്കെ അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് വേസ്റ്റ് ബിൻ വെക്കില്ലേ. അതുപോലെ തന്നെ ലേബർ റൂമിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മാലിന്യങ്ങളും അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് അല്ലാത്ത തരത്തിലുള്ള മാലിന്യങ്ങളും ഇടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബിന്നുകൾ വെക്കുക. Disinfect with a bleaching mixture followed by washing and autoclave. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മള് ബ്ലീച്ചിങ് പൗഡർ ഇടാറുണ്ട്. യൂസ് ചെയ്യാറുണ്ടോ നിങ്ങള്? എവിടെയൊക്കെയാണ് നിങ്ങൾ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുന്നത്?
യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എവിടെയൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങൾക്കാണ് നമ്മൾ ആ ഒരു ബ്ലീച്ചിങ് മിക്സ്ചർ യൂസ് ചെയ്യുന്നത്? എവിടെയൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഈ ബ്ലീച്ചിങ് പൗഡർ ഇടുന്നത്? കിണറ് അല്ലെ? ഓക്കെ, കിണറ്റിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നിങ്ങൾ ഈ കിണറില് ബ്ലീച്ചിങ് പൗഡർ ഇടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? വെള്ളം കിട്ടുമ്പോഴൊക്കെ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? വെള്ളത്തിന് അണുനശീകരണം, അണുവിമുക്തമാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മള് ബ്ലീച്ചിങ് പൗഡർ ക്ലീൻ ആവാൻ, അല്ലെങ്കിൽ എന്താ അണുവിമുക്തമാക്കാനൊക്കെയാണ് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെയും പറയുന്നത് ബ്ലീച്ചിങ് മിക്സ്ചർ അല്ലെ, അതായത് വാഷിംഗ് ആൻഡ് ഓട്ടോക്ലേവ് ബ്ലീച്ചിങ് മിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണുവിമുക്തമാക്കാനും അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്തിട്ട് എടുക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, then last one, biomedical waste management standard procedures must be followed അല്ലെ? ഇനി ബയോമെഡിക്കൽ ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോ ലേബർ റൂമിലെ മാലിന്യങ്ങൾ, മറ്റേ ബയോമെഡിക്കൽ വേസ്റ്റുകൾ, അങ്ങനെ ബയോമെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് നടപടി പ്രകാരം വേണം അതിന് നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്പോസൽ ചെയ്യുവാൻ. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ എന്തിൽ വരുന്നത്? ഇങ്ങനെയാണ് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യണേന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ഒന്ന് വായിക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ് വായിക്കാം. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സ് ഒക്കെയാണ്. ബുദ്ധിമുട്ട് തോന്നിയോ ആർക്കെങ്കിലും? ടഫായിട്ട് തോന്നിയോ? ഇവിടുത്തെ ഭാഗങ്ങള് കുഴപ്പമില്ലല്ലോ, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലെ? നിങ്ങളുടെ ആ ഒരു ലെവലിൽ കുഴപ്പമില്ല, വായിച്ചു നോക്കാൻ പറ്റും. കുഞ്ഞു കുട്ടികളൊന്നും അല്ലല്ലോ, നമുക്ക് അത്യാവശ്യം വായിച്ചാൽ മനസ്സിലാകില്ലേ? വായിച്ചു നോക്കാം കേട്ടോ. ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് വായിക്കാം. എല്ലാ പോയിന്റ്സ് ഒന്ന് വായിക്കണേ. ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ വായിച്ചോളൂ കേട്ടോ. നമ്മൾ എടുത്തില്ലേ, അത് വായിച്ചോളൂ. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് വായിക്കുക. ഇൻഫെക്ഷൻ കൺട്രോളില് ഫോർത്ത് പോയിന്റ് എന്തായിരുന്നു? വേസ്റ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഇൻടു ഇൻഫെക്ഷൻ വരുന്ന തരത്തിലുള്ള വേസ്റ്റുകളും അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആകാത്ത തരത്തിലുള്ള വേസ്റ്റുകളെയും സെപ്പറേറ്റഡ് ആയിട്ട് തിരിച്ചു വെക്കാൻ. ഇപ്പൊ നമ്മള് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം ഒരു ഇതിൽ നിക്ഷേപിക്കും, ബാക്കി പേപ്പർ ഐറ്റംസ് അങ്ങനെ സെപ്പറേറ്റഡ് ചെയ്യുക വേസ്റ്റ് ബിൻ. അതുപോലെ തന്നെ ഇവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത്, ഇപ്പൊ ഇഞ്ചക്ഷൻസ് മെഡിസിൻസ് ഒക്കെ ഇല്ലേ, അതെല്ലാം ഒരു ബിന്നിലും അതുപോലെ മറ്റു വരുന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം, വേറൊരു വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാൻ, സെപ്പറേറ്റഡ് ആയിട്ട് കൊടുക്കുക.
കംപ്ലീറ്റ് ആയ എല്ലാ പോയിന്റ് വായിക്കണേ. ഓക്കെ, വായിച്ചോ എല്ലാവരും? കംപ്ലീറ്റ് ആയോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗം കൊടുക്കുകയാണ് ന്യൂ ബോൺ കെയർ. അപ്പോൾ നമ്മൾ ലേബർ റൂമിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ. ഇനി നമ്മൾ നോക്കുന്നത് ന്യൂ ബോൺ കെയർ. എങ്ങനെയാണ് ന്യൂ ബോൺ കെയർ കൊടുക്കുന്നത്? മീൻസ് നവജാത ശിശുക്കളുടെ കെയറിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. Necessary care at the birth of a newborn is compulsory for all labor rooms and obstetrics, OT, operation theatre of the delivery point. Well qualified pediatricians, staff nurses, and supported staff are needed. The services given at newborn care facilities consist of necessary of care at the birth of a newborn is compulsory. അതായത് നവജാത ശിശുവിന്റെ ഒരു ജനന സമയത്ത് ആവശ്യമായിട്ടുള്ള ഒരു പരിചരണം എന്ന് പറഞ്ഞാല് എല്ലാ ലേബർ റൂമുകളിലും അല്ലെങ്കിൽ ഒബ്സ്ട്രക്സ് മീൻസ് എന്താണ് പ്രസവാനന്തര കുട്ടികൾക്കും അതുപോലെ തന്നെ എന്താ ഡെലിവറി പോയിന്റ് മീൻസ് ആ ഒരു ഡെലിവറി ആ ടൈമിൽ ആ ഒരു ഹോസ്പിറ്റലുകൾക്കും നിർബന്ധമാണെന്ന്. അതായത് എല്ലാ ഓപ്പറേഷൻ തിയേറ്ററുകളും അതുപോലെ തന്നെ ലേബർ റൂമുകളും ഈ കുഞ്ഞുങ്ങൾക്ക് ന്യൂബോൺസിന് ഒരു പ്രത്യേകമായിട്ട് കമ്പൽസറി ആയിട്ട് ഒരു കെയർ നൽകുന്നു. Well qualified pediatricians, staff nurse and supported staff are needed. അല്ലെ, നമുക്കറിയാം അവിടെ ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ടാവും, അതുപോലെ സ്റ്റാഫ് നഴ്സസ് ഉണ്ടാവും, സപ്പോർട്ടിംഗ് നഴ്സസും ആവശ്യമാണ്. ഇനി ആ കുഞ്ഞ് ജനിക്കുമ്പോ ആ ഒരു ടൈമില് പീഡിയാട്രീഷ്യൻ വേണം, എന്നാലേ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ പീഡിയാട്രീഷ്യനും അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സ് സപ്പോർട്ടിംഗ് നഴ്സും ആവശ്യമാണ്. ഇനി എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ന്യൂബോൺ ബേബീസിന് കൊടുക്കുന്നത്? കെയർ അറ്റ് ബർത്ത് അല്ലെ, ആ ജനിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു കെയർ പരിചരണം കൊടുക്കുന്നു. അതുപോലെ തന്നെ ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ അല്ലെ. ഇപ്പൊ ജനിക്കുമ്പോ തന്നെ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ അവർക്കൊരു അടിസ്ഥാന പരിചരണവും അതുപോലെ തന്നെ അതിന്റെ സ്ഥിരതയും സ്റ്റെബിലൈസേഷൻ മീൻസ് അത് കണ്ടെത്തി എന്താണ് അതിനുള്ളൊരു ബേസിക് കെയറും നൽകുന്നത്. ചിലപ്പോ ചില കുഞ്ഞുങ്ങൾക്ക് ജന്മനാലെ എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടെന്ന് കണ്ടെത്തുമ്പോൾ അവർക്ക് അതിനായിട്ടുള്ള ബേസിക് കെയർ നൽകുന്നു. റെസ്ക്യൂഷൻസ് മീൻസ് പുനരുജ്ജീവനം അല്ലെ. ഇപ്പോ ജനിക്കുമ്പോ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് നമ്മള് എന്താ പറയാ വീഡിയോസിലും മറ്റൊക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലെ. ഇപ്പോ ചിലപ്പോ പ്രസവിച്ച് കുഞ്ഞിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോ കുഞ്ഞിന് ചിലപ്പോൾ അനക്കൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഇറങ്ങാത്ത അവസ്ഥയായിരിക്കും. ചിലപ്പോ ആ ഒരു ഡോക്ടറാണ് ദൈവത്തെ പോലെ ഡോക്ടർ കുഞ്ഞിനെ കമത്തി കിടത്തി അല്ലെങ്കിൽ പുറത്ത് കിട്ടൊക്കെ ഒന്ന് അടിച്ച് ഇതൊക്കെ ഒന്ന് ഇതാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് സൗണ്ട് ഉണ്ടാക്കും അല്ലെ. കുഞ്ഞ് നച്ചു വെക്കും, കരയൊക്കെ ചെയ്യും. അതിനാണ് നമ്മൾ ഈ പുനരുജ്ജീവനം റെസ്ക്യൂഷൻ ചെയ്യുന്നു. ഓക്കെ, നമ്മളെ വീഡിയോസിലും മറ്റു നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇല്ലേ? ഇങ്ങനെ കുഞ്ഞിന് നമ്മൾ ജനിക്കുമ്പോ തന്നെ എടുക്കുമ്പോ ഒട്ടും അനക്കൊന്നുമില്ല. അപ്പോ ശരിക്കും ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയാണത് അല്ലെ. അപ്പൊ ഡോക്ടറിന്റെ ഇതോടെ റെസ്ക്യൂഷൻസ് ചെയ്യുമ്പോ ആ കുഞ്ഞിന് ജീവൻ തിരികെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റെസ്ക്യൂഷൻ എന്ന് പറയുന്നത്. Then displaying of vitals അല്ലെ. ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മീൻസ് ഒരാളുടെ എക്സ്പീരിയൻസ് ആളുടെ മോനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് അറ്റ് ആ ടൈമിൽ ആ ഡോക്ടേഴ്സിന്റെ ഒരു റെസ്ക്യൂഷൻ കാരണം ആ റെസ്ക്യൂഷൻ ചെയ്യുന്നത് മാത്രമാണ് ജീവനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് അല്ലെ. നേരിട്ട് കണ്ടിട്ടുണ്ട് ലേബർ റൂമിൽ. ഓക്കെ അല്ലെ. അപ്പൊ അതാണ് റെസ്ക്യൂഷൻ എന്നത് അർത്ഥമാക്കുന്നത് കേട്ടോ. ശരിക്കും ആ ടൈമില് ഡോക്ടർ എന്ന് പറഞ്ഞൊരു ദൈവം തന്നെയല്ലേ? ആണോ? ശരിക്കും പറഞ്ഞ ഒരു ദൈവത്തിന്റെ ഒരു പ്രതിരൂപം നമുക്ക് പറയാൻ പറ്റും അല്ലെ. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഡോക്ടറെ ജീവിതകാലം മൊത്തം ഓർക്കില്ലേ? കാരണം മീൻസ് ഒരു എന്താ പറയാ ആ ടൈമിൽ ഒരു ദൈവത്തെ പോലെയാണ് നമ്മൾ കാണുന്നത് അല്ലെ. കാണുന്നതല്ല അല്ലെ, മീൻസ് ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതാവസാനം വരെ നമ്മൾ ആ ഒരു സ്ഥാനം ഉണ്ടാകും ആ ഒരു ഡോക്ടറിന് എപ്പോഴും അല്ലെ. ഓക്കെ, ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്. ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ തന്നെ കുഞ്ഞു ജനിക്കുമ്പോൾ നോർമൽ ടെമ്പറേച്ചർ ഉണ്ടോ അല്ലെങ്കിൽ പൾസ് ഉണ്ടോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഡിസ്പ്ലേയും ചെയ്യുക. ദെൻ ഇമ്മ്യൂണൈസേഷൻ സർവീസസ്. ഇമ്മ്യൂണൈസേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ സേവനങ്ങൾ, അതുപോലെ തന്നെ കുത്തിവയ്പ്പുകൾ. ജനിച്ചുടനെയൊക്കെ നമ്മൾ BCG
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കില്ലേ? 2 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ BCG ഒക്കെ എടുക്കാനായിട്ട് കുഞ്ഞിന് എടുക്കാനല്ലേ കയ്യില് ഒരു പാടൊക്കെ വരുന്നത് BCG ഓർമ്മയുണ്ടോ? കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയാം അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള പ്രതിരോധ സർവീസുകള്. ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി അല്ലെ? ഇനി എന്താണ്, നമ്മള് എന്തെങ്കിലും ഇറഗുലാരിറ്റി ഒക്കെ ഉണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യും. നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമോ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ കുഞ്ഞിന് എന്താണ് കണ്ണോ ഒക്കെയാണോ, കണ്ണിന് കാഴ്ചയുണ്ടോ, ചെവി കേൾക്കുന്നുണ്ടോ അതൊക്കെ പീഡിയാട്രീഷ്യന്റെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്യൂലേ? ടെസ്റ്റ് ഒക്കെ നടത്തും. ഇത് സൗണ്ട് ഒക്കെ വെച്ചിട്ട് കുഞ്ഞിന് അത് എന്താ പറയാ, അങ്ങനെ ആൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കാഴ്ചയുണ്ടോ, അല്ലെങ്കിൽ ചെവി അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്. നഴ്സുമാർ അതുപോലെ തന്നെ നമ്മള് ഡെലിവറി ഒക്കെ കഴിഞ്ഞ റൂമിൽ കിടക്കുമ്പോൾ അതുപോലെ നഴ്സ് വന്നിട്ട് ബ്രസ്റ്റ് ഫീഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞു തരും അല്ലെ? ഇങ്ങനെ ആ ഒരു പൊസിഷനൊക്കെ കാണിച്ചു തരും, കുട്ടിക്ക് എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടതെന്നൊക്കെ അവര് വന്നൊന്ന് കാണിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് സപ്പോർട്ടീവായിട്ട് ചെയ്തു തരും. ലുക്ക് ഇൻ ടു ഹൈ റിസ്ക് ന്യൂ ബോൺ. അതുപോലെ തന്നെ എന്തെങ്കിലും അപകടം ഇതൊക്കെ ഉള്ള റിസ്ക് ഉള്ള ന്യൂ ബോൺസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എന്താ പറയാ, ആ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്ട്രാ കെയർ നൽകും. എന്നുവെച്ചാൽ ഒത്തിരി റിസ്ക് ഉള്ള ബേബീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് കെയറുകൾ നൽകുന്നു. റെഫറൻസ് സർവീസസ് എക്സെട്ര. റെഫറൻസ് സർവീസ് എന്ന് പറഞ്ഞാൽ മറ്റ് ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സാപരമായിട്ട് ലഭിക്കുന്ന സർവീസസുകൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ന്യൂബോൺ ബേബിക്ക് വേണ്ടി ചെയ്തു വരുന്ന കാര്യങ്ങൾ. നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തില് ഒത്തിരി പേര് അമ്മമാരുണ്ടാവും അല്ലെ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണ് ആണോ? ഓൾമോസ്റ്റ് കുഞ്ഞുങ്ങളുള്ളവരൊക്കെ ആയിരിക്കും അല്ലെ? അപ്പൊ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ? വേറെ എക്സ്ട്രാ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് സർവീസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മറ്റ് സർവീസുകൾ കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഡിസ്പ്ലേയിങ് വൈറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൾസ് ഉണ്ടോ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ശരിയാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ ആ കാര്യങ്ങൾ നോക്കാം. ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർഡ് ടു ബി ഡൺ. എങ്ങനെയാണ് ഒരു നവജാത ശിശു സംരക്ഷണത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാം. ബിഫോർ ഹാൻഡ്ലിങ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡിൽ അല്ലെ? നമ്മള് കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നതിന് മുൻപ്, കുഞ്ഞിനെ എടുക്കുന്നതിന് മുൻപ് കൈ എപ്പോഴും എന്ത് ചെയ്യാം, വാഷ് ചെയ്യുക അല്ലെ? അത് ചെയ്യാറുണ്ടോ കുഞ്ഞുങ്ങളുള്ളവര്? എപ്പോഴും കൈയൊക്കെ വാഷ് ചെയ്തിട്ടാണോ? നമ്മുടെ കിച്ചണിൽ ചിലപ്പോ പണിയൊക്കെ എടുക്കുകയായിരിക്കും അല്ലെ? അപ്പൊ അതിനിടയ്ക്ക് കുഞ്ഞി കരയുമ്പോ ഓടി വന്ന് എടുക്കാറൊക്കെ ഉണ്ട് നമ്മള്. ആ ടൈമിൽ കൈ കഴുകാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷെ എന്താ പറയുന്നത്, വാഷ് ചെയ്തിട്ട് മാത്രമേ ബേബീസിന് എടുക്കാൻ പാടുള്ളൂ അല്ലെ? കാരണം ഏത് തരത്തിലും നമ്മുടെ കയ്യിൽ നിന്നും ഇൻഫെക്ഷൻസ് കുഞ്ഞിലേക്ക് വരാം. സോ എന്ത് ചെയ്യാം, എപ്പോഴും വാഷ് ചെയ്തിട്ട് വേണം കുഞ്ഞിനെ എടുക്കുവാൻ. ഓക്കെ, അതിന് തീരെ പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ കുഞ്ഞിക്ക് അറിയുന്ന സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് ഓടി വന്ന് എടുക്കുകയായിരിക്കും. എങ്കിലും പറ്റാവുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം, വാഷ് ചെയ്തിട്ട് വേണം മാക്സിമം കുഞ്ഞുങ്ങൾ എടുക്കാൻ. ഓക്കെ, റൂമിങ് ഇൻ ദ ബേബി വിത്ത് മദർ അല്ലെ? നമ്മള് ബേബിയുടെ മദറിന്റെ ഒപ്പം തന്നെയുള്ള ഒരു റൂമിൽ തന്നെയാണ് കിടക്കുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ തന്നെ വെയിറ്റ് കുറവായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, റേഡിയന്റ് വാമറ് കുഞ്ഞിന് ചൂട് കിട്ടുന്ന അതിൽ കുറച്ച് ദിവസമൊക്കെ കിടക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടും എന്താണ്, ബേബിയും അമ്മയും കുഞ്ഞും ഓരോ റൂമിൽ തന്നെയുള്ള അഡ്മിറ്റഡ് മീൻസ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നത്. എന്താണ് റൂമിങ് ബേബി ഇൻ മദർ അല്ലെ? അമ്മയ്ക്കൊപ്പം കുഞ്ഞിനെ ഒരു റൂമിൽ തന്നെ കിടത്താം. കീപ്പിംഗ് ദ ബേബി വാം അല്ലെ? അതായത് ബേബിയുടെ കുഞ്ഞിന് ചൂട് നിലനിർത്തുക. ബേബി വാം നമുക്കറിയാം, ഈ പൊടി കുഞ്ഞു വാവകളൊക്കെ നമ്മൾ ടർക്കിയിൽ വളരെ ഭദ്രമായിട്ട് പൊതിഞ്ഞായിരിക്കും കിടക്കുന്നത് ഇല്ലേ? ശരിയാണോ? അല്ലാണ്ട് ഇങ്ങനെ ടർക്കിയിലൊന്നും പൊതിയാണ്ടെത്താണ് നമ്മളെപ്പോഴും ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് പൊതിഞ്ഞ് ഭദ്രമായിട്ടല്ലേ കുഞ്ഞുങ്ങളെ വെക്കുന്നത് ആണോ? കുഞ്ഞുങ്ങളുള്ളവർ പറയൂ, അങ്ങനെയല്ലേ വെക്കുന്നത്? ന്യൂബോൺ ബേബീസിനെ എപ്പോഴും ടർക്കിയിൽ കവർ ചെയ്ത് തലയൊക്കെ മൂടി കവറൊക്കെ ചെയ്തിട്ടായിരിക്കും വെക്കുന്നത് അല്ലെ? ഇതിനു വേണ്ടിയിട്ടാണ് ബേബിയുടെ ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും അങ്ങനെ ഭംഗിയായിട്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് അല്ലെ? നെക്സ്റ്റ് പോയിന്റ് തിരുത്താനുണ്ട് കേട്ടോ. എക്സ്ട്രാ എന്ന് കൊടുത്തിട്ടുള്ളത് എക്സ്ട്രാ എന്ന് ആക്കണേ. എക്സ്ട്രാ അല്ല, എക്സ്ട്രാ കെയർ. ഓക്കെ, എക്സ്ട്രാ കെയർ എന്ന് കൊടുക്കുക കേട്ടോ. എക്സ്ട്രാ എന്നാണ് തന്നിരിക്കുന്നത്, എക്സ്ട്രാ കെയർ എന്ന് കൊടുക്കുക. ഓക്കെ, extra care should be
taken to temperature in preterm and LBW baby. എന്താ LBW? LBW എന്താ LBW അറിയാമോ? ഫുൾ ഫോം കമന്റ് ചെയ്യണേ അറിയാവുന്നവരാണെങ്കിൽ. ലോ ബർത്ത് വെയിറ്റ്. അപ്പോ ലോ ബർത്ത് വെയിറ്റ് ഉള്ള ബേബീസിനാണെങ്കിൽ ജനിക്കുമ്പോൾ നോർമലി ബർത്ത് വെയിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോ അതിലും കുറവായിട്ട് ലോ ബർത്ത് വെയിറ്റ് ഉള്ള ബേബീസിനാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്താനായിട്ട് നമ്മൾ പറഞ്ഞ റേഡിയന്റ് വാമറിലേക്ക് ഒന്ന് കുഞ്ഞിനെ കിടത്തി സൂക്ഷിക്കുക. അതിന് എക്സ്ട്രാ കെയർ കൊടുക്കുക. മീൻസ് ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, റേഡിയന്റ് വാമറിലോ അങ്ങനെ സജ്ജീകരണങ്ങൾ ചെയ്യുക. Then keep the code dry and clean. എന്താണ് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? കോഡ് keep the code dry and clean. കോഡ് അറിയാമോ? കോഡ് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അംബ്ലിക്കൽ കോഡ്. ഓക്കെ, നമ്മൾക്ക് അറിയാം ഈ കുഞ്ഞ് ജനിക്കുമ്പോളെ കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി കെട്ടിയിട്ടാണല്ലോ. അപ്പൊ അതില് ഒരു കറക്റ്റ് ഒരു ചെറിയൊരു സംഭവം ഇങ്ങനെ പൊക്കിൾക്കൊടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിനാണ് ബേബി കോഡ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഡ്രൈ ആയിട്ടും ക്ലീൻ ആയിട്ടും പിടിക്കണം. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ താനെ ആ സംഭവം വിട്ടു പോകും അല്ലെ? അപ്പൊ അതുവരെ കുഞ്ഞിനെ നമ്മള് ജസ്റ്റ് പേര് തുടക്കുമ്പോഴും മറ്റും എന്താണ് വെള്ളമൊന്നും ഉള്ളിൽ പോകാതെ, അല്ലെങ്കിൽ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മീൻസ് നിങ്ങൾ പഴുപ്പും കാര്യങ്ങളൊക്കെ വരും എന്ന് പറയും. സോ അത് എപ്പോഴും ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും സൂക്ഷിക്കുക. The care provider should preserve the newborn at given intervals after the delivery. അല്ലെ, ഈ ഒരു പരിചരണദാതാവ്, അതായത് പരിചരണം നൽകുന്ന വ്യക്തി, ഒരു സ്റ്റാഫ് ഓരോ ഇന്റർവെൽസിലും ഓരോ ഇടവേളകളിൽ നവജാത ശിശുവിനെ വന്ന് കാണണമെന്ന് നമുക്കറിയാം. നമ്മള് ഡെലിവറി കഴിഞ്ഞാൽ റൂമിൽ അഡ്മിറ്റഡ് ആകുമ്പോൾ എപ്പോഴും നഴ്സ് വരാറുണ്ട് അല്ലെ, നഴ്സ് സ്റ്റാഫുകൾ വരാറുണ്ട്. കുഞ്ഞിന് പാല് കൊടുത്ത് അല്ലെങ്കിൽ കുഞ്ഞു ഉറങ്ങിയൊക്കെയാണെങ്കിൽ പാല് കുടിച്ചില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, കുഞ്ഞിന്റെ കാലുമൊക്കെ ഒന്ന് വന്ന് തട്ടി മീൻസ് എങ്ങനെയാണ് ഒരു ഫീഡിങ് ഒരു പൊസിഷനൊക്കെ കാണിച്ചു തന്ന് കുഞ്ഞിനെ നമ്മൾ അവരെ ഫീഡ് ചെയ്യിപ്പിക്കും അല്ലെ, നല്ല രീതിയിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞൊക്കെ തരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ഓരോ ഇന്റർവെൽസിന് ഒരു ഇടവേളയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, കുഞ്ഞിന്റെ അടുത്തും കുഞ്ഞിന്റെ അമ്മയുടെ അടുത്തും വന്നിട്ട് ഇങ്ങനെ ഫീഡിങ്ങിന്റെ കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഒരു ന്യൂ ബോൺ ബേബീസിനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവരെ കെയർ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു പോയിന്റ്സിലൂടെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ഇനി നമ്മൾ പറഞ്ഞു ഒരു ലേബർ റൂമിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ടോ? ലേബർ റൂമില് പ്രവേശനമുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? ഇല്ല അല്ലെ, അത് അലൗഡ് അല്ല. അപ്പോ എങ്ങനെയാണ് ഒരു ലേബർ റൂമിന്റെ എൻട്രിയിലേക്കുള്ള പ്രോട്ടോകോൾസ്, നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പോ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി ഇൻഡയറക്റ്റ്. Typically, a buffer zone requires to be made if possible to change of shoes, wear of mask and cap before getting into the labor room. അല്ലെ, അപ്പോ നമുക്കറിയാം ഒരു ലേബർ റൂമിലേക്കുള്ള പ്രവേശനം എന്നത് ഇൻഡയറക്റ്റ് ആണ്, പ്രത്യക്ഷമായിട്ടുള്ള ഒന്നല്ല. അതായത് ആർക്ക് വേണമെങ്കിലും ഓടിപ്പോയി കയറാൻ പറ്റുന്നതല്ല, ബട്ട് ഇൻഡയറക്റ്റ് ആണെന്ന്. അതിന് കുറച്ച് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. Typically, a buffer zone requires to be made if possible ചേഞ്ച് ഷൂസ് അല്ലെ, നമ്മൾ അതിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഷൂസ് അല്ലെങ്കിൽ മാസ്ക് ധരിക്കണം, അതുപോലെ ഒരു ക്യാപ്പ് ധരിക്കണം. ബഫർ സോൺ എന്ന് പറഞ്ഞാൽ സംരക്ഷിത മേഖലയാണ് അല്ലെ, അതിനാണ് ബഫർ സോൺ എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻസും മറ്റും ഒന്നും അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. സോ നമ്മൾ അതിനുള്ളിൽ കയറുമ്പോൾ മാസ്ക് ധരിക്കാം, ക്യാപ്പ് ധരിക്കണം, അതുപോലെ തന്നെ എന്താ ഷൂസ് ധരിച്ചിട്ട് വേണം ലേബർ റൂമിനകത്തേക്ക് പ്രവേശിക്കുവാൻ. സെക്കൻഡ് പോയിന്റ്, എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി permitted only to the pregnant woman, her birth partner, doctor, nurse, ANM on duty and other support staff. Only permitted ആയിരിക്കുന്ന വ്യക്തികൾ, അതായത് ലേബർ റൂമിലേക്ക് പ്രവേശനം ഓൾറെഡി പെർമിറ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് പ്രഗ്നന്റ് വുമൺ വേണമല്ലോ. ദെൻ
ഹർ ബർത്ത് പാർട്ട്ണർ, അതായത് ഹസ്ബൻഡ്. ചില ഹോസ്പിറ്റലുകളിൽ ഓൾറെഡി ഹസ്ബൻഡ്സിനും കൂടി ലേബർ റൂമിൽ കയറാനായിട്ടുള്ള ഒരു പെർമിറ്റ് ഉണ്ട് അല്ലെ. എല്ലാ ഹോസ്പിറ്റലിലും കാണണമെന്നില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലായിരിക്കും അങ്ങനെ മീൻസ് പാർട്ട്ണറെ കൂടി നമുക്ക് മീൻസ് പ്രവേശനം ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ ബർത്ത് പാർട്ട്ണർക്ക് കയറാം. അതുപോലെ ഡോക്ടർ, നേഴ്സ്, ANM ഡ്യൂട്ടി, പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്. Then cleaning staff should be allowed periodic entry അല്ലെ. ആവശ്യമുള്ള ടൈമിൽ ക്ലീനിങ് സ്റ്റാഫിലും അകത്തേക്ക് പ്രവേശിക്കാം. ഓക്കെ. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Before getting into the room, slippers, cap and mask should be worn by all visitors including the companion അല്ലെ. അപ്പോ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് ലേബർ റൂമിലേക്ക് കയറുന്നതിന് മുൻപ് ആ ഒരു കമ്പാനിയൻ മീൻസ് കൂടെയുള്ള ഒരു വ്യക്തി അല്ലെ, അപ്പൊ അയാൾ ഉൾപ്പെടെ എന്ത് വേണമെന്നാ പറയുന്നത്, ഒരു സ്ലിപ്പർ ധരിക്കണം. നമുക്കറിയാം ലേബർ റൂമിന്റെ പുറത്ത് കുറച്ച് സ്ലിപ്പേഴ്സ് ഇട്ടിട്ടുണ്ടാവും ഇല്ലേ. നമ്മളുടെ ചെരുപ്പിട്ടുകൊണ്ടാണ് നമ്മൾ ലേബർ റൂമിൽ കയറുന്നത് ആണോ? പേഷ്യന്റ് ആയാലും അവിടെ കുറച്ച് സ്ലിപ്പേഴ്സ് പുറത്ത് ഇട്ടിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? മീൻസ് എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളുകളോടാണ് ചോദിക്കുന്നത്. അങ്ങനെ അല്ലെ, പുറത്ത് ലേബർ റൂമിന്റെ സ്ലിപ്പേഴ്സ് ഉണ്ടാവും സെപ്പറേറ്റഡ് ആയിട്ട്. കാരണം വേറെ പുറത്തുനിന്ന് നമ്മൾ അവിടെയൊക്കെ പോയി വന്നിട്ട് ചെരുപ്പിട്ടിട്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല. മറ്റേ ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് മാത്രമുള്ള പ്രത്യേകമായിട്ടുള്ള സ്ലിപ്പേഴ്സ് ഇട്ടിരിക്കുന്നത്. സോ ലേബർ റൂമിനുള്ളിൽ പ്രവേശിക്കുന്ന ആ വ്യക്തികള് ആ സ്ലിപ്പേഴ്സ് ഇടുക, അതുപോലെ ക്യാപ്പ്, അതുപോലെ മാസ്കും ധരിക്കുക. Then any visit of people other than on duty staff, pregnant woman and birth companion to labor. Okay, നമ്മൾ എന്ത് ചെയ്യാം, അപ്പോ സ്ലിപ്പേഴ്സും മറ്റു കാര്യങ്ങളും ധരിക്കണം. അതുപോലെ തന്നെ any visit of people other than on duty staff, pregnant woman and birth companion to labor room should be short and timed to the task such as cleaning etc. അതായത് ലേബർ റൂമിലേക്ക് നമ്മൾ ആരെങ്കിലും വിസിറ്റേഴ്സിന്, അതായത് ഏതെങ്കിലും ഒരു ബൈസ്റ്റാൻഡറൊക്കെ അകത്ത് കയറ്റുമല്ലോ ഏതെങ്കിലും ഒരു ടൈമില്. അപ്പോ നമ്മൾ ആ ഒരു ബൈസ്റ്റാൻഡർ അകത്ത് കയറ്റുന്ന ടൈമില് വളരെ ഒരു ഷോർട്ട് ടൈം മാത്രം അകത്തേക്ക് പ്രവേശനമുള്ളൂ. അധികം നേരം സംസാരിച്ചിരിക്കാനൊന്നും പറ്റില്ല. വളരെ ഷോർട്ട് ടൈമിലായിരിക്കണം നമ്മൾ അകത്ത് കയറുന്ന വ്യക്തി പ്രഗ്നന്റ് ആവുന്നവരോട് സംസാരിക്കേണ്ടത്. അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ് ആയാലും ആ കറക്റ്റ് ആ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ലാസ്റ്റ് പോയിന്റ് നോക്കാം. Male staff entry should be confined only to those who are on duty or have been called for any accessories and fittings. They should be humble and gracious to dignity and privacy of the woman. ഇനി ലേബർ റൂമില് ഏതെങ്കിലും ഒരു മെയിൽ സ്റ്റാഫ് കയറുന്നുണ്ടെങ്കിൽ മേ ബി ഇപ്പൊ എന്തെങ്കിലും മറ്റേ നേഴ്സസോ അല്ലെങ്കിൽ മറ്റു ഇതുപോലെ തന്നെ വല്ല ഫിറ്റിംഗ്സിനോ എക്യുപ്മെന്റ്സിന്റെ ഫിറ്റിംഗ്സിനൊക്കെ വേണ്ടി വരുന്ന സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവര് എന്ത് വേണം, ഹമ്പിൾ ആയിട്ടും ഗ്രേഷ്യസ് ആയിട്ടും ഡിഗ്നിറ്റി, അതായത് നമുക്ക് എന്താ പറയാ, ഒരു സ്ത്രീകളോട് ഒരു മാന്യമായിട്ടും അല്ലെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ അന്തസ്സിനോടും മാന്യമായിട്ടും അവരോടൊരു വിനയവും കൃപയും ഒക്കെ ഉള്ളവരായിരിക്കണം ഇങ്ങനെയുള്ള മെയിൽ സ്റ്റാഫുകൾ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഒരു ലേബർ റൂമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെയാണ് ഒരു ലേബർ റൂമിന്റെ എൻട്രി എന്നാണ് നമ്മൾ നോക്കിയത്. വായിച്ചാൽ മനസ്സിലാകാവുന്നുള്ളൂ. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ, വായിച്ചാൽ മനസ്സിലാകും. നെക്സ്റ്റ് നോക്കാം, പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ലേബർ റൂമിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണെന്ന്, മീൻസ് നിയമ നടപടികൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ, all the staff must wear personal protectives at the time of performing delivery, and at all other times cap and mask must be worn. അപ്പോ ഒരു ലേബർ റൂമിൽ നിൽക്കുന്ന സ്റ്റാഫുകള് ഡെലിവറി സമയത്ത് എല്ലാ ജീവനക്കാരും വ്യക്തിഗത സംരക്ഷണം ധരിക്കണം. അതായത് അവര് അവരുടെ യൂണിഫോമിന് പുറമെ വേറൊരു വസ്ത്രം ധരിക്കും ഇല്ലേ. നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലും ലേബർ റൂമിലേക്ക് ആ ഒരു സ്റ്റാഫുകള് ഓൾറെഡി അവരുടെ യൂണിഫോം മാത്രമാണോ ധരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അവര് വേറൊരു അവരുടെ ഒരു പ്രൊട്ടക്ടിങ് മീൻസ് നമ്മൾ പറഞ്ഞ പോലെ ട്രാൻസ്പെറൻസി പോലത്തൊരു ജസ്റ്റ് വേറൊരു കോട്ട് അവർ ധരിക്കാനുണ്ട് അതിന്റെ മുകളിലായിട്ട് ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലേബർ റൂമിൽ കയറിയിട്ടുള്ളവർ പറയൂ, അങ്ങനെയാണോ സ്റ്റാഫുകൾക്ക് അല്ലെ ഒരു പേഴ്സണൽ പ്രൊട്ടക്ടിങ് വേറൊരു ക്ലോത്തും കൂടി അവർ ധരിക്കും. അതുപോലെ തന്നെ ഓൾ അതർ ടൈംസ്, അല്ലാത്ത പക്ഷം എല്ലാ ടൈമിലും മാസ്കും അതുപോലെ ക്യാപ്സും ധരിക്കണം. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ ഈ ഹെയർ ഒക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു ക്യാപ്പ്.
Then second point നോക്കാം. Disposable sterile gloves should be used after accurate hand washing while examining or other delivery. അതായത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്രോട്ടോകോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ നിയമങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പൊ നമ്മള് എന്താ പറയാ കോവിഡിന്റെ ഒക്കെ ടൈമില് ഇങ്ങനെ പ്രോട്ടോകോൾസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഇങ്ങനെ ഒപ്പിച്ചിട്ടുണ്ടാവും എല്ലായിടത്തും. എന്താ ഇത്ര മീൻസ് മാസ്ക് ധരിക്കുക, ഇത്ര മീറ്റർ അകലം പാലിക്കുക, കൂട്ടം കൂടി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നിബന്ധനകൾ പോലെ അല്ലേ നമ്മൾ ആ കോവിഡിന്റെ ടൈമിൽ മിക്ക സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ടാവും. ഇല്ലേ, അതിനൊക്കെയാണ് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. മീൻസ് നിയമങ്ങൾ, നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, then നോക്കാം. Disposable sterile gloves should be used after accurate hand washing while examining or the delivery. അതായത് എന്താണ്, ഇപ്പോ ഡിസ്പോസിബിൾ ആയിട്ടുള്ള അണുമുക്തമായിട്ടുള്ള കയ്യുറകള് പരിശോധിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ അത് ഹാൻഡ് വാഷ് ചെയ്തൊക്കെ ഇടുക ഡെലിവറിക്ക്. ചിലത് വൺ ടൈം യൂസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഗ്ലൗസസുകൾ അത് കളയുക, അല്ലാത്തതാണെങ്കിൽ അത് ഹാൻഡ് വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കുക. Then sorting protocol for infection prevention, that is adherence, sorting out and disposable in bins should strictly be othered in the protocol. Poster should be wall mounted in the area where color coded bins are located. Adherence എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. adherence എന്ന് പറഞ്ഞാല് പാലിക്കുക, ഈ പ്രോട്ടോകോൾസുകൾ പാലിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, നമുക്കറിയാം ബിന്നുകളിൽ പാലിക്കല്, അതുപോലെ തന്നെ വേസ്റ്റ് ബിൻ തരംതിരിച്ച് വെക്കുക എന്ന്. അതായത് ഇപ്പൊ ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പ്ലാസ്റ്റിക് അതാണെങ്കിൽ അവിടെ ഒരു ബിന്നില്, ഇതുപോലെ തന്നെ മറ്റു പേപ്പർ വസ്തുക്കളാണെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ട് ബിൻസുകളിൽ ഡിസ്പോസൽ ചെയ്യുക, അത് സ്ട്രിക്റ്റ് ആയിട്ട് എന്നത് പാലിക്കുക എന്ന്. അതുപോലെ തന്നെ പ്രോട്ടോകോൾ പോസ്റ്റർ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കോവിഡ് ടൈമിലൊക്കെ ഇതുപോലെ തന്നെ പ്രോട്ടോകോൾസിന്റെ ഒരു ലിസ്റ്റ് പോലെ എല്ലായിടത്തും ഇങ്ങനെ ഒരു പോസ്റ്റർ പോലെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പ്രോട്ടോകോൾ പോസ്റ്റർ ഷുഡ് ബി വാൾ മൗണ്ടഡ് the area where color coded bins are located. അപ്പൊ അതായത് കളർ കോഡ് ചെയ്ത ബിന്നുകളൊക്കെ സ്ഥിതി ചെയ്യുന്നിടത്ത് തന്നെ, അതായത് വേസ്റ്റ് ബിന്നുകൾ ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ഇപ്പൊ ഒരു റെഡ് കളറിലെ ഒരു വേസ്റ്റ് ബിൻ, അതുപോലെ ഒരു ഗ്രീൻ കളറിലെ വേസ്റ്റ് ബിൻ വെക്കാം. അപ്പൊ അതില് ഇപ്പൊ റെഡ് കളറിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള, അപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എഴുതി വെക്കുക. അപ്പൊ അങ്ങനെയുള്ളത് അതിൽ നിക്ഷേപിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു വേറൊരു കളർ കോഡിലുള്ള വേസ്റ്റ് ബിൻ ആണെങ്കിൽ അതില് നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുക, ആ വേസ്റ്റുകൾ നിക്ഷേപിക്കുക. അതിന്റെ ഒപ്പം തന്നെ അവിടെ ആ ഏരിയയിൽ തന്നെ മതിലുക എന്ത് ചെയ്യാം, ഈ പ്രോട്ടോകോൾസ് ഒന്ന് ആ ഒരു പ്രിന്റ് ഔട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം. അതായത് ഇങ്ങനെ കർശനമായിട്ട് ഇന്ന ബിന്നിൽ ഇടുക, അല്ലെങ്കിൽ റെഡ് ബിന്നില് ഈ പറഞ്ഞ പോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വസ്തുക്കള് റെഡ് ബിന്നിൽ ഇടുക, അല്ലെങ്കിൽ നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് ഗ്രീൻ ബിന്നിൽ ഡിസ്പോസൽ ചെയ്യുക. എന്ത് ചെയ്യാം, ഒരു പ്രോട്ടോകോൾസുകളും എന്ത് ചെയ്യാം പോസ്റ്റർ പോലെ എഴുതി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ലേബർ റൂമിലും പ്രോട്ടോകോൾസിൽ വരുന്നത്. ഓക്കെ ആണോ? വായിച്ച് മനസ്സിലാക്കുന്നുണ്ടോ? വലിയ ബുദ്ധിമുട്ടുള്ള പോയിന്റ് ഒന്നുമല്ല, നോർമലി കുറച്ച് എളുപ്പമുള്ള വേർഡ്സുകളാണ് അല്ലേ? ആണോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്ത് പറ്റി, റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? എല്ലാരും ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉറക്കത്തിലാണോ? മീൻസ് എന്തായിരുന്നു? ഓക്സിലറി നഴ്സ് ആൻഡ് മിഡ് വൈഫ്. ഒത്തിരി വട്ടം പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാതെ പറഞ്ഞു പോയത്. ഓക്കെ, ദെൻ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഒരു ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. ഇത് കൂടി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അത് കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം കുറച്ച് ഭാഗത്തേക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. അല്ലെ, ലേബർ റൂമിലെ പരിചരണത്തിന്റെ ഗുണനിലവാരത്തിനുള്ള മേൽനോട്ടങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്, മീൻസ് ലേബർ റൂമിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ, ഷുഡ് ഹാവ് എ നീറ്റ്നെസ് ചെക്ക്ലിസ്റ്റ് ഫോർ ഇവാലുവേഷൻ that should be completed and signed by the supervisor who conducts a visit of the labor room. അല്ലെ, അതായത് ലേബർ റൂം സന്ദർശിക്കുമ്പോൾ അല്ലെ, ലേബർ റൂം സന്ദർശിക്കുമ്പോൾ ബന്ധപ്പെടുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂപ്പർവൈസർ ഉണ്ടാവുമല്ലോ. ആ ഒരു സൂപ്പർവൈസർ അദ്ദേഹം എന്ത് വേണം, ഒപ്പിട്ട ഒരു ഇവാലുവേഷന് വേണ്ടി, മൂല്യനിർണ്ണയത്തിന് വേണ്ടി ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കണം. ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഓരോ ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ട് ഇങ്ങനെ ഇപ്പോഴത്തെ ക്ലീനിങ് എങ്ങനെയാണ്, അപ്പൊ നമ്മള് ഫുഡ് ആണെങ്കിൽ ഫുഡ് കൊടുക്കുക,
വെരി ഗുഡ് അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രീംലി അല്ലെങ്കിൽ വെരി ബാഡ് പൂർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന് ചെക്ക് ലിസ്റ്റ് കൊടുക്കുകയെ അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് സൂപ്പർവൈസർ തയ്യാറാക്കുക. സെക്കൻഡ് പോയിന്റ് നോക്കാം. The facility in charge should visit the labor room twice during each week. അപ്പോ ഇനി എന്താണ് ചുമതലയുള്ള ഒരു എന്താ ഫെസിലിറ്റി ഇൻചാർജ്, അതായത് അവിടെ ഒരു ഇൻചാർജ് ഉണ്ടാവും ലേബർ റൂമിൽ അല്ലെ. അപ്പോ ആ ഒരു ഇൻചാർജ് ലേബർ റൂം ആഴ്ചയിൽ 2 തവണയെങ്കിലും സന്ദർശിക്കുക. തേർഡ് പോയിന്റ് നോക്കാം. The OBG or MU. OBG എന്ന് പറഞ്ഞാൽ എന്താ? OBG നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫസ്റ്റ് തുടങ്ങിയപ്പോ ഒരു OBG പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? OBG നമ്മള് ലേബർ റൂം ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയില്ല ആർക്കും? ഇത് 2 ദിവസമായിട്ട് നിങ്ങള് ഓക്കെ പുസ്തകം അടച്ചു വെച്ചിരിക്കണായിരുന്നല്ലോ, അതാണ് ഓർമ്മ കിട്ടാത്തത്. ഒരാൾക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ഒബ്സ്ട്രിക്സ്. ഓക്കെ, OBG ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനിക് കേട്ടോ, ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനിക്. ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. ഓക്കെ, ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനിക്. MU എന്ന് പറഞ്ഞാൽ മോണിറ്ററിംഗ് യൂണിറ്റ് ആണ് കേട്ടോ. MU മോണിറ്ററിംഗ് യൂണിറ്റ്. ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനിക് ആണ് കേട്ടോ, ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. അപ്പോ the OBG and the MU in charge of labor room is required to visit the labor room twice every day. ഇനി ഈ നമ്മൾ പറഞ്ഞ ഒബ്സ്ട്രിക്സിലാണ് അല്ലെങ്കിൽ എന്താണ് ലേബർ റൂമിന്റെ ചുമതലയുള്ള ഈ ഒബ്സ്ട്രിക്സിലെയും അതായത് ഗൈനക്കിലെയും അതുപോലെ തന്നെ പ്രസവ സുരക്ഷ ആ ഒരു ഏരിയയിലും അടുത്തുള്ളൊരു സ്റ്റാഫ് അതിന്റെ ഒരു ഇൻചാർജ് എന്ത് വേണം? ലേബർ റൂം എല്ലാ ദിവസത്തിലും 2 വട്ടമെങ്കിലും എന്ത് ചെയ്യാം? അവിടെ നമ്മൾ വിസിറ്റ് ചെയ്യണം. അതായത് ലേബർ റൂമില്, അതായത് ആ ലേബർ റൂമിലെയും അല്ലെങ്കിൽ ഒബ്സ്ട്രിക്ട് ആൻഡ് ഗൈനക് വാർഡിലെയും ആ ഒരു ഇൻചാർജ് എന്ത് വേണം? ദിവസത്തിൽ 2 വട്ടമെങ്കിലും ലേബർ റൂം സന്ദർശിക്കണം. Then, 4th point, the nursing supervisor, nurse in charge should visit at least once in every day. ഇനി nursing supervisor എന്ത് വേണം? എല്ലാ ദിവസത്തില് എവറി ഷിഫ്റ്റില് അവരുടെ ഡ്യൂട്ടിയില് എല്ലാ ഷിഫ്റ്റിലും 1 വട്ടമെങ്കിലും എന്ത് ചെയ്യാം? ലേബർ റൂം സന്ദർശിക്കുക. Then 5th point, the supervisor should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and a timely manner. 5th point എന്താ പറയുന്നത്? സൂപ്പർവൈസർ അവിടത്തെയുള്ള അവൈലബിലിറ്റി എല്ലാ സപ്ലൈസും എക്യുപ്മെന്റ്സുകളും മറ്റും സാധനങ്ങളുടെ ലഭ്യത വിശകലനം ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? ഒരു ആവശ്യങ്ങളും അവരുടെ ആ സമ്പ്രദായങ്ങളും ഉചിതമായിട്ടുള്ള സമയബന്ധിതമായിട്ടും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് സൂപ്പർവൈസർ ഉറപ്പുവരുത്തണം. എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടോ, അങ്ങനെയുള്ള ലഭ്യതകളൊക്കെ ഉണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുന്നത് ഉറപ്പാക്കുക. 6th point, every Monday labor room practice reviewing meeting should be arranged at each facility where all staff involved in care in the labor room should take a part. They should ponder on ways to improve the quality in the labor room. Feedback of supportive supervision should also be shared during these meetings. അപ്പോ ലേബർ റൂമിലെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലേബർ റൂമിലുള്ള സ്റ്റാഫുകൾക്ക് എല്ലാ ജീവനക്കാർക്കും ഓരോ സ്ഥാപനത്തില് അല്ലെങ്കിൽ ലേബർ റൂം പ്രാക്ടീസുകളെ പറ്റിയിട്ട് ഒരു ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെക്കുക. അവിടെ എന്തിനാണ്? ലേബർ റൂമിലെ ക്വാളിറ്റി മെച്ചപ്പെടുത്താനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഈ മീറ്റിങ്ങുകളിൽ ആ ഒരു ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ പങ്കിടണമെന്ന്. മീൻസ് അവർക്ക് എങ്ങനെയൊക്കെയാണ് ആ ഒരു വർക്കിലുള്ള അവരുടെ ഫീഡ്ബാക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ലേബർ റൂമിൽ സ്റ്റാഫുകൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ചെയ്യേണ്ടത്. ലാസ്റ്റ് നോക്കാം. ലേബർ റൂം ഷുഡ് thus provide standardized and high quality services during child birth. അല്ലെ, അതായത് ലേബർ റൂം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് ഹൈ ക്വാളിറ്റി സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു കുഞ്ഞിന്റെ ജനന സമയത്ത് എന്ത് ചെയ്യുന്നു? ഹൈ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കെയറിംഗ് നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻസ് ആൻഡ് സേഫ്റ്റി ആർ ഓൾസോ വൈറ്റൽ ഫാക്ടേഴ്സ് looked into the labor room. ഒരു ലേബർ റൂമിലെ വൈറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു ക്ലീനിങ്ങിന് കുറച്ച് പ്രോസസ്സും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോ
ഒരു ലേബർ റൂമിന്റെ മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒരു ലേബർ റൂം എന്നൊരു ചാപ്റ്റർ ആണ് ഇപ്പൊ നമ്മൾ തീർന്നിരിക്കുന്നത്. ബുദ്ധിമുട്ട് തോന്നിയോ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ? ബുദ്ധിമുട്ട് തോന്നിയോ? കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം വായിച്ചാല് മനസ്സിലാകുന്ന രീതിയിലുള്ളതല്ലേ? അത്ര ബുദ്ധിമുട്ടാണോ? കുഴപ്പമില്ലല്ലോ, ഓൾമോസ്റ്റ് ഓക്കെ ആണെന്ന് അറിയാം അല്ലെ? കാരണം എനിക്കറിയാം കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ, മക്കളുള്ളവർക്ക് ലേബർ റൂം അറിയാൻ പറ്റും. നിങ്ങൾ കണ്ട ആൾക്കാരാണ് അല്ലെ? എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അറിയാത്തവർക്കാണെങ്കിൽ പോലും നമുക്കിപ്പോ ഒരു വായിച്ചതിൽ നിന്ന് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിക്കാണും അല്ലെ? ലേബർ റൂം ഇത് തുടങ്ങി ഒന്ന് വായിക്കണേ. പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ദ ലേബർ റൂം കേട്ടോ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് എടുത്തത് വരെ ഒന്ന് വായിക്കാം. ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് മാത്രം പഠിക്കുള്ളൂ ഇങ്ങനെയാണോ? ഇതിൽ കുറച്ച് പോയിന്റ്സ് ഒക്കെ, ഒത്തിരി പോയിന്റ്സ് ഒക്കെ വരുന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് എന്താ നമ്മൾ പറഞ്ഞ പോലെ ചില പോയിന്റ്സ് ഇപ്പൊ ലാസ്റ്റ് ഭാഗമൊക്കെ പറഞ്ഞില്ലേ, മീൻസ് ആ സൂപ്പർവിഷൻ ഒക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ OPG അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഫുൾ ഫോമുകളൊക്കെ ഇല്ലേ, അങ്ങനെ ചോദിക്കുള്ളൂ കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാം. പ്രോട്ടോകോൾസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാനുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്ര എന്താ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം ഒരു പോയിന്റ് ഔട്ട് ചെയ്തേക്കണേണല്ലോ മാക്സിമം. എനിക്ക് തോന്നുന്നു കുറച്ച് പോയിന്റ്സ് ആയിട്ടല്ലേ കൂടുതലും ക്വസ്റ്റ്യൻസ്. അങ്ങനെ MU എന്ന് പറഞ്ഞാല് മോണിറ്ററിംഗ് യൂണിറ്റ് കേട്ടോ, മോണിറ്ററിംഗ് യൂണിറ്റ്. അതുപോലെ LBW ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. LBW ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ANM നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ന്യൂ ബോൺ കെയറിന്റെ സംരക്ഷണം ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഈ ഒരു പോയിന്റ്സിലെ കെയർ ആഫ്റ്റർ ബർത്ത് അതൊന്ന് പഠിച്ചു വെക്കുക. അത് കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം. LBW ലോ ബർത്ത് വെയിറ്റ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് നോർമൽ വെയിറ്റിനും വെയിറ്റ് കുറവുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ, MU മോണിറ്ററിംഗ് യൂണിറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ തീർന്നു അല്ലേ? നെക്സ്റ്റ് അടുത്ത ദിവസം മൺഡേ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും എടുക്കുന്നത്. ലോ ബർത്ത് വെയിറ്റ്. ഓക്കെ, രമ്യ മിസ്സിന്റെ പീരീഡ് ആയിരുന്നു അല്ലെ? ഒരാൾ ചോദിച്ചായിരുന്നു രമ്യ മിസ് ആണ് നെക്സ്റ്റ് ക്ലാസ്, കുഴപ്പമുണ്ടോ ഞാൻ എടുത്തതിന്? ഓക്കെ ഓക്കെ, ടൈമില് ടീച്ചറെ കാണാനൊക്കെ ചോദിച്ചതായിരിക്കും. ടീച്ചർ നെക്സ്റ്റ് ക്ലാസ് ടീച്ചറിന്റെ ആയിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻസ് തരാം കേട്ടോ. ഇതിന് നമുക്ക് അധികം ഈ ഒരു ചാപ്റ്ററിൽ അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇടാനും മോക്ക് ടെസ്റ്റിന് തന്നെ അങ്ങനെ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു എല്ലാം പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നതല്ലേ. അപ്പൊ അതിൽ നിന്നും കുറച്ച് അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എല്ലാത്തിന്റെ ആൻസർ വരുന്നത് ഇതുപോലെ പോയിന്റ്സ് ആണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. എല്ലാ പോയിന്റ്സ് ഔട്ട് ചെയ്തേക്കുന്നുണ്ടേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, ഫുൾ ഫോമുകളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മള് ഇപ്പോ ഏതൊക്കെ ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞത് നിലവില്? എത്ര ചാപ്റ്റർ ഇപ്പൊ കംപ്ലീറ്റ് ആയി? ഓർമ്മയുണ്ടോ അതൊക്കെ? എത്ര ചാപ്റ്റർ ഇപ്പൊ കംപ്ലീറ്റ് കഴിഞ്ഞു? ഇനി എത്ര ചാപ്റ്റർ ഉണ്ട് നമുക്ക്? ഇനി എനിക്ക് തോന്നുന്നു ഒരു 4 ചാപ്റ്ററും കൂടിയല്ലേ ഉള്ളൂ കംപ്ലീറ്റ് ആവാനായിട്ട്, ആണോ? ഓക്കെ, നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു വെന്റിലേറ്റർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്ററിന്റെ എത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല.
വെന്റിലേറ്റർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതായിരിക്കും മിക്കവാറും മൺഡേ ഇടുന്നത് കേട്ടോ. ഓക്കെ, മൺഡേ സ്റ്റാർട്ട് ചെയ്തത് വെന്റിലേറ്റർ നമുക്ക് ചെറിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് ചെറുത് ആദ്യം പഠിച്ചു പോകാലോ അല്ലെ? അതല്ലേ എളുപ്പം ആണോ? ലേബർ റൂം എടുത്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ബുദ്ധിമുട്ട് തോന്നിയോ? ബുദ്ധിമുട്ടുണ്ടായോ? ലേബർ റൂം അത്യാവശ്യം അറിയാവുന്ന കുറച്ചു പേരൊക്കെയാണല്ലോ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാന്ന് വിചാരിക്കുന്നു അല്ലെ? ഓക്കെ, വേറെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നല്ലപോലെ വായിക്കാം. എല്ലാം പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. ഓക്കെ, ദെൻ അതുപോലെ നമ്മള് എന്താ പറയാ, ഫുൾ ഫോം ഒക്കെ എഴുതാൻ പറഞ്ഞിട്ട് എഴുതുന്നുണ്ടോ നിങ്ങള്? എഴുതുന്നുണ്ടോ ആരെങ്കിലും? ഓക്കെ, ഇനിയും എഴുതി തുടങ്ങാത്തവരുണ്ടെങ്കിൽ അത് എഴുതിക്കോളൂ. ഇനിയിപ്പോ നാളെ സാറ്റർഡേ സൺഡേ ഒക്കെ വരുന്നുണ്ട്. എന്താ പറയുമോ? ഏതാ? അപ്പോ ഇനി ഫുൾ ഫോമുകൾ കംപ്ലീറ്റ് ആവാത്തവര് എഴുതി വെക്കുക. ഇപ്പൊ നമ്മള് ഈ ലേബർ റൂം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ആയി. സോ അവിടം വരെയുള്ള ഫുൾ ഫോമുകൾ കറക്റ്റ് ആയിട്ട് നിന്ന് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, എന്നിട്ട് അടുത്ത ആഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് ആക്കണം. കാരണം അത് കഴിഞ്ഞിട്ട് ഒരു ഡേ ഞാൻ ഫുൾ ഫോം മാത്രം ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇടാം. എന്താണ് അഭിപ്രായം? എക്സാം ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ചയും കൂടി സമയം തരാം. അപ്പൊ എന്ത് ചെയ്യാം, ഫുൾ ഫോമുകൾ കംപ്ലീറ്റ് നോട്ട്ബുക്കിൽ എഴുതാം കേട്ടോ. ഒരാഴ്ച കൂടി ഞാൻ സമയം തന്നിട്ടുണ്ട്. പിന്നത്തെ നെക്സ്റ്റ് വീക്കില് പറയും, ഒരു ഡേ പറയാം, ആ ഡേറ്റില് എക്സാം ഇടും. ഓക്കെ,